ലെഫ്റ്റ് ഓവർ മന്തി റൈസ് വെച്ചിട്ട് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? സത്യം പറഞ്ഞാൽ ഞാനൊരു മന്തി ലവറാണ്. പക്ഷേ 3 നേരം മന്തി കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കുറച്ച് ഒരു പൊടിക്ക് ഹെൽത്തി ആക്കിയിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം മെയിനായിട്ട് ഞാൻ ബ്രൊക്കോളീസും ക്യാബേജ്, ക്യാരറ്റ് അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബ്രൊക്കോളി നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഒന്ന് വേവിച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് അതിലേക്ക് നമ്മുടെ ഓണിയനും അതുപോലെ തന്നെ ഗാർലിക്കും പച്ചമുളകും എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാബേജ്, ക്യാരറ്റ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സിക്കം, ബീൻസൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ക്യാബേജ്, ക്യാരറ്റ്. അതും നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്നൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല സെറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഭയങ്കര ഓവർ കുക്ക്ഡ് ആവേണ്ട ആവശ്യമില്ല, എന്നാലും കുറച്ചൊന്നും അതിൻ്റെ പച്ചമണം പോയാൽ മതി. പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ബ്രൊക്കോളീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നൊരു സൈഡിലേക്ക്, പാൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു എഗ്ഗ്, നിങ്ങൾക്കിപ്പോൾ ഒരു ഒന്നിൽ കൂടുതൽ എഗ്ഗ് വേണമെങ്കിൽ ഒരു 2 എഗ്ഗ് വരെയൊക്കെ ചേർക്കാം, ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. അപ്പോൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു എഗ്ഗ് നന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഈ ഒരു വെജിറ്റബിൾസ് ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ മുട്ടയിൽ ഞാൻ വെറുതെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, കാരണം ഓൾറെഡി ഞാൻ ആഡ് ചെയ്ത വെജിറ്റബിൾസിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ എഗ്ഗും നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം അങ്ങോട്ട് സെറ്റാക്കി കഴിഞ്ഞ ശേഷം ഒരു സ്പൂൺ തൊട്ട് ഒരു 1.5 സ്പൂൺ വരെ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വറുത്തോ അല്ലെങ്കിൽ വേവിച്ചതോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 സ്പൂണോളം നമ്മുടെ ടൊമാറ്റോ സോസും പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മന്തി റൈസ്, ലെഫ്റ്റ് ഓവർ മന്തി റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സത്യം പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിനേക്കാളും അടിപൊളിയായിരുന്നു. കാരണം ഈ മന്തി റൈസിൽ ഭയങ്കര ഫ്ലേവറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയും കൂടി ഉണ്ടാക്കി കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ മന്തി റൈസ് ബാക്കി വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.